എൻ്റെ പേര് റിൻസി. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. എനിക്ക് എക്സാമൊക്കെ നല്ല പാടായിട്ടായിരുന്നു എക്സാമൊക്കെ. ഞാൻ അത് കഴിഞ്ഞ് ഉടമ്പടി എടുക്കുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ 2 മൊഡ്യൂൾ വൈസായിരുന്നു ഞാൻ എക്സാം എഴുതിയിരുന്നത്. ഞാൻ ആദ്യം 2 മൊഡ്യൂൾ ഞാൻ പാസ്സാകുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം എഴുതിയ 2 മൊഡ്യൂളും ഞാൻ പാസ്സായി. ഞാൻ കാശുരൂപവും ഉപ്പും പിടിച്ചിട്ടായിരുന്നു ഞാൻ എക്സാം ഹാളിൽ കയറിയിരുന്നത്. അതുപോലെ പ്രാർത്ഥന ചൊല്ലിയിട്ടൊക്കെയായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ഞാൻ 2 മൊഡ്യൂൾ ഞാൻ പാസ്സായി. ബാക്കി മൊഡ്യൂളും ഞാൻ ഇതുപോലെ ഉപ്പും കാശുരൂപവും പിടിച്ചിട്ടായിരുന്നു ഞാൻ എക്സാമിന് പോകുന്നത്. അങ്ങനെ ഞാൻ B2ൻ്റെ എല്ലാ മൊഡ്യൂളും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇതുപോലെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനും എല്ലായിടത്തും പോകുമ്പോഴും ഞാനിങ്ങനെ കാശുരൂപം കൊണ്ടുപോകാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു. അപ്പം ഡോക്ടറിനെ കാണിച്ചപ്പം MRI ചെയ്യാൻ പറഞ്ഞായിരുന്നു. MRI സ്കാനിൽ ചെറിയൊരു ട്യൂമർ ഉണ്ടെന്ന് ഡോക്ടർ പറയുകയും അത് പിന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ആസ്റ്ററിൽ കാണിക്കാൻ വേണ്ടി പോവുകയും ഇങ്ങനെ മാതാവിനോട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒക്കെയായിരുന്നു ഞങ്ങൾ പോകുന്നത്. മാതാവിൻ്റെ തൈലവും ഒക്കെ തൈലമൊക്കെ പൂശിയിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുറേ ടെസ്റ്റിന് കുറിക്കുകയും അത് കഴിഞ്ഞിട്ട് എന്തിൻ്റെ ആണെന്ന് അത് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അത് മരുന്ന് കഴിച്ച് മാറാവുന്നത് തന്നെ ഉള്ളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം ഇതിൻ്റെ റിസൾട്ട് നോക്കിയപ്പം തീരെ കുറഞ്ഞു, ഒട്ടും ഇല്ല, ബ്ലഡ് ടെസ്റ്റിലോ ഒന്നും തന്നെ ഇല്ല. അതിനി കഴിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, റിൻസി എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. തൻ്റെ പരീക്ഷയിൽ പരിശുദ്ധ അമ്മ വിജയം നൽകിയതായിട്ട് ഈ കുഞ്ഞ് നമ്മളോട് പങ്കുവച്ചു. അതുപോലെ തന്നെ വിട്ടുമാറാത്ത തലവേദനയിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സൗഖ്യമായിട്ട് കടന്നു വന്നതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു. നമുക്ക് ഇരുകാര്യങ്ങളും അടിച്ച് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി നാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.